ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 23-ാമത്തെ അധ്യായം അതിൽ 27-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ത്രയോവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. ദൃഷ്ട്വാത്മാനം പ്രവയസമേകദാ വൈന്യാത്മവാൻ ആത്മനാ വർദ്ധിതാശേഷ സ്വാനുസർഗപ്രജാപതി ജഗതസ്ഥസ്ഥുഷശ്ചാപി വൃത്തിദോ ധർമ്മഭൃത്സതാം നിഷ്പാദിതേശ്വരാദേശോ യദർത്ഥമിഹ ജന്മിവാൻ ആത്മജേഷ്വാത്മജാം ന്യസ്യ വിരഹാദ്രുതതീമിവ പ്രജാസു വിമനസ്വേക സദാരോഗാത്തപോവനം തത്രാപ്യദാഭ്യനിയമോ വൈഖാനസ സുസമ്മതേ ആരബ്ധ ഉഗ്രതപസി യഥാ സ്വവിജയേ പുരാ കന്ദമൂലഫലാഹാര ശുഷ്കപർണാശന ക്വചിത് അഭക്ഷക്കതിജിൽപക്ഷാൻ വായുഭക്ഷസ്തതഃപരം ഗ്രീഷ്മേ പഞ്ചതപാവീരോ വർഷാസ്വാസാരഷാൺമുനിഃ ആകണ്ഠമഗ്ന ശിശിര ഉദകേ സ്ഥണ്ഡിലേശയഃ തിദിക്ഷുര്യത വാഗ്ദാന്തഊർധ്വരേതാജിതാനിലഃ ആരിരാധയിഷു കൃഷ്ണമചരത്തപ ഉത്തമം തേന ക്രമാനുസിദ്ധേന ധ്വസ്തകർമാമലാശേഹ പ്രാണായാമൈഃ സന്നിരുദ്ധ ഷഡ്വർഗശ്ചാന്നബന്ധനഃ സനൽകുമാരോ ഭഗവാൻ യദാഹാധ്യാത്മികം പരം യോഗം തേനൈവ പുരുഷമഭജൽ പുരുഷർഷഭ ഭഗവദ്ധർമ്മിണഃ സാധോ ശ്രദ്ധയായ തതഃ സദാ ഭക്തിർഭഗവതി ബ്രഹ്മണ്യനന്യവിഷയാഭവത് തസ്യാനയാ ഭഗവതഃ പരികർമ്മശുദ്ധസത്വാത്മനസ്തദനു സംസ്മരണാനുപൂർത്യാ ജ്ഞാനം വിരക്തിമദഭുന്നിശിതേന യേന ചിച്ഛേദ സംശയപദം നിജജീവകോശം ഛിന്നാന്യധീരധിഗതാത്മഗതിർനിരീഹസ്തത്യജേച്ഛിനദിദം വയുനേന യേന താവന്ന യോഗഗതിഭിര്യതിരപ്രമത്തോ യാവദ്ഗദാഗ്രജകഥാസുരതിം ന കുര്യാത് ഏവം സ വീരപ്രവര സംയോജ്യാത്മാനമാത്മനി ബ്രഹ്മഭൂതോ ദൃഢം കാലേ തത്യാജസ്വം കളേബരം സംപീഡ്യപായും പാഷ്ണിഭ്യാം വായുമുത്സാരേൻ ശനൈഃ നാഭ്യാം കോഷ്ഠേഷ്വവസ്ഥാപ്യ ഋതുരകണ്ഠശീർഷണി ഉത്സർപ്പയം സ്തുതം മൂർധ്നി ക്രമേണാവേശ്യ നിസ്പൃഹഃ വായും വായൗക്ഷിതൗ കായം തേജസ്തേജസ്യയൂയുജൽ ഖാന്യാകാശേ ദ്രവം തോയേ യഥാസ്ഥാനം വിഭാഗശഃ ക്ഷിതിമംഭസി തത്തേജസ്യദോ വായൗ നഭസ്യമും ഇന്ദ്രിയേഷു മനസ്താനി തന്മാത്രേഷു യഥോദ്ഭവം ഭൂതാദിനാമുന്യുൽകൃഷ്യ മഹത്യാത്മനി സംദധേ തം സർവഗുണവിന്യാസം ജീവേ മായാമയേന്യഥാത് തം ചാനുശയമാത്മാനം തം ചാനുശയമാത്മസ്ഥമസാവനുശയീ പുമാൻ ജ്ഞാനവൈരാഗ്യവീര്യേണ സ്വരൂപസ്ഥോ ജഹാത് പ്രഭു. അർച്ചിർനാമ മഹാരാജ്ഞീ തൽപത്ന്യനുഗതാം ഗതാവനം സുകുമാര്യ തദർഹാ ച യത്പദ്ഭ്യാം സ്പർശനം ഭുവഃ അതീയോ ഭർതൃവ്രതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ചാരുഷദേഹയാത്രയാ നാവിന്ദദാർത്തിം പരികർഷിതാപി സാ പ്രേയസ്കരസ്പർശനമാനനിർവൃതി ദേഹം വിപന്നാഖിലചേതനാദികം പത്യപൃഥിവ്യാദയിതസ്യ ചാത്മനഃ ആലക്ഷ്യ കിഞ്ചിച്ച വിലപ്യ സാ സതി ചിതാമഥാരോപയദ്രിസാരുണി വിധായ കൃത്യം ഹൃദിനീജലാപ്ലുതാ ദത്വോദകം ഭർതൃരുദാരകർമ്മണഃ നത്വാദിവിസ്ഥാം സ്ത്രിദശാം സ്ത്രീ പരീത്യ വിവേശവഹ്നിം ധ്യായതി ഭർതൃപാദൗ വിലോക്യാനുഗതാം സാധ്വീം പൃഥും വീരവരം പതിം തുഷ്ടുവുർവരദാ ദേവൈർദേവപത്ന്യസഹസ്രശഃ കുർവത്യകുസുമാസാരം തസ്മിൻ മന്ദരസാനുനി നദൽ സ്വമരതൂര്യേഷു ഗൃണന്തി സ്മ പരസ്പരം ദേവ്യ ഊജുഃ അഹോ ഇയം വധൂർധന്യ യാ ചൈവം ഭൂഭുജാം പതിം സർവാത്മനാ പതിം ഭേജേ യജ്ഞേശം ശ്രീർവധൂരിവ സൈഷാ നൂനം വ്രജത്യൂർധ്വമനുവൈന്യം പതിം സദീ പശ്യതാസ്മാനദീത്യാർച്ചിർ ദുർവിഭാവ്യേന കർമ്മണ തേഷാം ദുരാപം കിം ത്വന്യന്മർത്യാനാം ഭഗവൽപദം ഭുവി ലോലായുഷോ യേ വൈ നൈഷ്കർമ്മ്യം സാധയന്ത്യുത
അടുത്ത ശ്ലോകമാണ് ഇനി എടുക്കാനുള്ളത്. സ വഞ്ചിതോ ബദാത്മധൃകൃച്ഛ്രേണ മഹതാ ഭുവി ലബ്ധ്വാപവർഗ്യം മാനുഷ്യം വിഷയേഷു വിഷജ്ജത്തെ. സ വഞ്ചിതോ ബദാത്മധൃകൃച്ഛ്രേണ മഹതാ ഭുവി ലബ്ധ്വാപവർഗ്യം മാനുഷ്യം വിഷയേഷു വിഷജ്ജത്തെ. അപ്പോൾ വളരെ വിഷമിച്ചിട്ട്, കൃച്ഛ്രം വളരെ വിഷമിച്ചിട്ട് ഭൂമിയിൽ ആ മോക്ഷാർഹമായിരിക്കുന്ന ആ മനുഷ്യജന്മത്തെ ലഭിച്ചിട്ട് ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ എല്ലാവരും ആസക്തനാകുന്നു. അങ്ങനെയുള്ള അവൻ ആത്മദ്രോഹിയാണ്. ഇത്രയൊരു നല്ല മനുഷ്യജന്മം കിട്ടിയിട്ട് വീണ്ടും ആ ഇന്ദ്രിയങ്ങളിൽ മോഹിതനാവുമ്പോൾ അവൻ ആത്മദ്രോഹിയാണ്, വഞ്ചിതനാണ്. കഷ്ടം തന്നെ എന്നുള്ളതാണ് പറയുന്നത്. സ വഞ്ചിതോ, അപ്രകാരമുള്ള അവൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ബദാത്മധൃക്, ആത്മധൃക് എന്ന് പറഞ്ഞാൽ ആത്മദ്രോഹിയാണ് എന്നർത്ഥം. ആത്മദ്രോഹിയാണ്, കഷ്ടം തന്നെ. കൃച്ഛ്രേണ മഹതാ ഭുവി, വളരെ കഷ്ടപ്പെട്ട് ഇത്രയും മഹത്തരമായിരിക്കുന്ന ഒരു ജന്മം ഭൂവി ലബ്ധ്വാപവർഗ്യം കിട്ടിയിട്ട് ആ മോക്ഷാർഹമായിരിക്കുന്ന ആ മനുഷ്യജന്മത്തെ വിഷയേഷു വിഷജ്യത്തെ, ആ വിഷയങ്ങളിൽ അങ്ങനെ ആസക്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആത്മദ്രോഹിയാണെന്നർത്ഥം. സഹ അവൻ ആത്മദ്രോഹിയാണ്, വഞ്ചിതനാണ്, കഷ്ടം തന്നെയാണ് അവൻ്റെ കാര്യം എന്നർത്ഥം. ഇപ്പോൾ നമുക്ക് അതിലത്തെ പദങ്ങൾ നോക്കാം. മഹത വളരെ, കൃച്ഛ്രേണ വിഷമിച്ച്, ഭുവി ഭൂമിയിൽ, ആപവർഗ്യം മോക്ഷാർഹമായിരിക്കുന്ന മനുഷ്യജന്മത്തെ ലബ്ധ്വ ലഭിച്ചിട്ട്, വിഷയേഷു ഇന്ദ്രിയ വിഷയങ്ങളിൽ, വിഷജ്ജത്തെ ആസക്തനാകുന്നു. സഹ അവൻ ആത്മദ്രോഹിയാണ്, വഞ്ചിതനുമാണ്, ബത കഷ്ടം തന്നെ. എന്നുകൂടി പറയാം. മഹത വളരെ, കൃച്ഛ്രേണ വിഷമിച്ച്, ഭുവി ഭൂമിയിൽ, ആപവർഗ്യം മോക്ഷാർഹമായിരിക്കുന്ന മനുഷ്യജന്മത്തെ ലബ്ധ്വ ലഭിച്ചിട്ട്, വിഷയേഷു ഇന്ദ്രിയ വിഷയങ്ങളിൽ, വിഷജ്ജതെ ആസക്തനാകുന്നു. സഹ അവൻ ആത്മദ്രോഹിയാണ്, വഞ്ചിതനുമാണ്, ബത കഷ്ടം തന്നെ. അതിൽ തന്വയം വന്നിട്ട് മഹത കൃച്ഛ്രേണ ഭുവി ആപവർഗ്യം മാനുഷ്യം ലബ്ധ്വ വിഷയേഷു വിഷജ്ജത്തെ സഹ ആത്മധൃക് വഞ്ചിതഃ ബത. എന്നുകൂടി പറയാം. മഹതാ കൃച്ഛ്രേണ ഭുവി ആപവർഗ്യം മാനുഷ്യം ലബ്ധ്വ വിഷയേഷു വിഷജ്ജത്തെ സഹ ആത്മധൃക് വഞ്ചിതഃ ബത. വളരെ വിഷമിച്ച് ഭൂമിയിൽ മോക്ഷാർഹമായിരിക്കുന്ന മനുഷ്യജന്മത്തെ ലഭിച്ചിട്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തനാകുന്നു. അങ്ങനെ ഉള്ള അവൻ ആത്മദ്രോഹിയാണ്, വഞ്ചിതനുമാണ്, കഷ്ടം തന്നെ. അർച്ചിസ് അത്യന്തം അപ്പോൾ അർച്ചിസ് അത്യന്തം ധന്യ തന്നെ. ശ്രീ ഭഗവതി മഹാവിഷ്ണുവിനെ എന്ന പോലെ അവൾ ചക്രവർത്തിയായിരിക്കുന്ന പൃഥുവിനെ സർവാത്മനാ ഭജിച്ചുവല്ലോ. അവൾ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കർമ്മവൈഭവമുള്ളവളാകയാൽ ഭർത്താവായിരിക്കുന്ന പൃഥുവോടൊപ്പം ഉടനെ പരമഗതിയെ പ്രാപിക്കുന്നത് കണ്ടാലും മനുഷ്യർക്ക് ഭൂമിയിൽ ആയുസ് കുറവാണ്. ആ കാലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈശ്വര സേവ ചെയ്ത് നൈഷ്കർമ്മ്യാവസ്ഥ പ്രാപിച്ചവർക്ക് അസാധ്യമായിട്ട് എന്തുണ്ട്? മോക്ഷപ്രാപ്തിക്ക് അർഹമായിരിക്കുന്ന മനുഷ്യജന്മം ലഭിച്ചിട്ടും അതിനെ വിഷയാസക്തി കൊണ്ട് നശിപ്പിക്കുന്നവൻ വഞ്ചിക്കപ്പെട്ടവനായിട്ട് ആത്മഹത്യാപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. വളരെ കഷ്ടപ്പെട്ട് ഭൂമിയിൽ മോക്ഷസാധനമായിരിക്കുന്ന മനുഷ്യജന്മം പ്രാപിച്ചിട്ടും വിഷയങ്ങളിൽ തന്നെ സക്തനായിരിക്കുന്നവൻ ആത്മദ്രോഹിയാണ്. അയാൾ ഈശ്വരനാൽ വഞ്ചിതനാകുന്നു. ഇപ്പോൾ ഫലാകാംക്ഷ കൂടാതെയുള്ള ആ സുധർമാനുഷ്ഠാനത്താൽ ആ ഭഗവത്പാദം പ്രാപിച്ച ദമ്പതിമാരായ അവരെ സ്തുതിച്ച ശേഷം സാധാരണ വിഷയാസക്തന്മാരായിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് വ്യസനിക്കുന്നു. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത മഹാപ്രയാസമുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ട് കർമ്മഭൂമിയായ മനുഷ്യലോകത്തിൽ മോക്ഷം സാധിപ്പാൻ ഉപകരിക്കുന്ന മനുഷ്യജന്മം ലഭിച്ചിട്ടും ഏതൊരുവൻ വിചാരശൂന്യനായിട്ട് ശ്വാക്കൾ, പന്നി മുതലായ ക്ഷുദ്രജന്തുക്കൾക്ക് കൂടെ അനായാസേന ലഭിക്കുന്ന തുച്ഛങ്ങളായിരിക്കുന്ന വിഷയഭോഗങ്ങളെ ആഗ്രഹിച്ചിട്ട് കാലം കഴിക്കുന്നുവോ ആ മനുഷ്യൻ പിന്നെയും
ജനനമരണാദി കഷ്ടങ്ങളിൽ ആത്മാവിനെ തന്നെ പതിപ്പിക്കുന്നവനാകയാൽ ആത്മദ്രോഹിയും ഭഗവാന്റെ അചിന്ത്യമായ മായയാൽ വഞ്ചിക്കപ്പെട്ടവനുമാകുന്നു നിശ്ചയം. ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് യോ മോക്ഷസാധനം മനുഷ്യദേഹം പ്രാപ്യ, ഇപ്രകാരം ആ മോക്ഷസാധനമായിരിക്കുന്ന ഒരു മനുഷ്യദേഹത്തെ നമ്മൾ പ്രാപിച്ചിട്ട് വിഷയേഷു സജ്ജതേ, ആ വിഷയങ്ങളിൽ സജ്ജമാകുക എന്ന് പറയുന്നത് തം ധിക്, അതൊരു ധിക്കാരമായ പ്രവൃത്തിയാണെന്നർത്ഥം. യോ മോക്ഷസാധനം മനുഷ്യദേഹം, ഇപ്രകാരമുള്ള ആ മോക്ഷസാധനമായിരിക്കുന്ന മനുഷ്യദേഹത്തെ പ്രാപിച്ചിട്ട് പ്രാപ്യ വിഷയേഷു സജ്ജതേ തം, ആ വിഷയങ്ങളിൽ രമിക്കുക എന്ന് പറയുന്നത് ധിക്കാരം, ആത്മദ്രോഹത്തിന് തുല്യമാണെന്നർത്ഥം. യോ മോക്ഷസാധനം മനുഷ്യദേഹം പ്രാപ്യ വിഷയേഷു സജ്ജതേ തം ധിക്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 29ാമത് ശ്ലോകം. മൈത്രേയ ഉവാച സ്തുവതീഷ്വമരസ്ത്രീഷു പതിലോകം ഗതാവധൂ യാ വാ ആത്മവിദാം ധുര്യോ വൈന്യപ്രാപാച്യുതാശയ. സ്തുവതീഷ്വമരസ്ത്രീഷു പതിലോകം ഗതാവധൂ യാ വാ ആത്മവിദാം ധുര്യോ വൈന്യപ്രാപാച്യുതാശയ. അപ്പോൾ ആ അമരസ്ത്രീകൾ ഇപ്രകാരം സ്തുതിച്ചു കൊണ്ടിരിക്കവേ പതിലോകം ഗതാവധൂ, ആ പതിലോകത്തേക്ക് ആ വധു ആയിരിക്കുന്ന അർച്ചിസ് ഗമിച്ചു. എപ്രകാരമുള്ള പതി? യാവാ ആത്മവിദാം, ആത്മജ്ഞാനികളിൽ ശ്രേഷ്ഠ ആയിരിക്കുന്ന മുൻപൻ, ആത്മവിദാം ധുര്യോ മുമ്പനും, അച്യുതാശയ ആ ഭഗവത് ഭക്തനും ആയിരിക്കുന്ന ആത്മവിദാം ധുര്യോ വൈന്യപ്രാപ അച്യുതാശയ ആ ചക്രവർത്തി, പൃഥുചക്രവർത്തി യം വൈ യാതൊരു ലോകത്തെയോ പ്രാപിച്ചത്, ഏത് ലോകത്തെയാണോ പ്രാപിച്ചത് അവിടത്തേക്ക്, ആ പതിലോകത്തിലേക്ക്, ആ ഭർത്തൃലോകത്തിലേക്ക് തന്നെ വധൂച്ച ആ രാജ്ഞിയും ഗത, രാജ്ഞിയും അവിടെ പ്രാപിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. സ്തുവതീഷ്വമരസ്ത്രീഷു പതിലോകം ഗത വധൂ യാ വാ യം വൈ എന്നാണ് ആത്മവിദാം, ഏതൊരു ലോകത്തെയാണോ ആ പതി പ്രാപിച്ചത് ആ ലോകത്തിൽ, ആ എപ്രകാരമുള്ള പതി? ആത്മവിദാം, ആ ആത്മജ്ഞാനികളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന മുമ്പനും, അച്യുതാശയ പ്രാപാച്യുതാശയ ഭഗവത് ഭക്തനുമായിരിക്കുന്ന ആ പൃഥുചക്രവർത്തി യം വൈ യാതൊരു ലോകത്തെയോ പ്രാപിച്ചത് പതിലോകം ആ ഭർത്തൃലോകത്തെ തന്നെ വധൂച്ച രാജ്ഞിയും ഗത പ്രാപിച്ചു. ഇപ്പോഴത്തെ പദങ്ങൾ അമരസ്ത്രീഷു ദേവസ്ത്രീകൾ, സ്തുവതീഷു സ്തുതിച്ചുകൊണ്ടിരിക്കവേ, ആത്മവിദാം ആത്മജ്ഞാനികളുടെ ഇടയിൽ, ധുര്യ മുമ്പനും, അച്യുതാശയ ഭഗവത് ഭക്തനും ആയിരിക്കുന്ന വൈന്യ പൃഥുചക്രവർത്തി യം വൈ യാതൊരു ലോകത്തെയോ പ്രാപിച്ചത് പതിലോകം ആ ഭർത്തൃലോകത്തെ തന്നെ, വധൂഹുച്ച രാജ്ഞിയും ഗത പ്രാപിച്ചു. ഒന്നും കൂടി പറയാം. അമരസ്ത്രീഷു ദേവസ്ത്രീകൾ, സ്തുവതീഷു സ്തുതിച്ചുകൊണ്ടിരിക്കവേ, ആത്മവിദാം ആത്മജ്ഞാനികളുടെ ഇടയിൽ, ധുര്യ മുമ്പനും, അച്യുതാശയ ഭഗവത് ഭക്തനുമായിരിക്കുന്ന വൈന്യ പൃഥുചക്രവർത്തി യം വൈ യാതൊരു ലോകത്തെയോ പ്രാപിച്ചത് പതിലോകം ആ ഭർത്തൃലോകത്തെ തന്നെ, വധൂഹൂച്ച രാജ്ഞിയും ഗത പ്രാപിച്ചു. അന്വയം വന്നിട്ട് അമരസ്ത്രീഷു സ്തുവതീഷു ആത്മവിദാം ധുര്യ അച്യുതാശയ വൈന്യ യം വൈ പ്രാപ പതിലോകം വധൂഹു ച ഗത. എന്നുകൂടി പറയാം. അമരസ്ത്രീഷു സ്തുവതീഷു ആത്മവിദാം ധുര്യ അച്യുതാശയ വൈന്യ യം വൈ പ്രാപ പതിലോകം വധൂഹു ച ഗത. ദേവസ്ത്രീകൾ സ്തുതിച്ചുകൊണ്ടിരിക്കവേ ആത്മജ്ഞാനികളുടെ ഇടയിൽ മുമ്പനും ഭഗവത് ഭക്തനുമായിരിക്കുന്ന പൃഥുചക്രവർത്തി യാതൊരു ലോകത്തെയോ പ്രാപിച്ചത് ആ ഭർത്തൃലോകത്തെ തന്നെ ആ രാജ്ഞിയും ഗത പ്രാപിച്ചു. അപ്പോൾ മൈത്രേയൻ പറയുകയാണ്, ആത്മതത്വജ്ഞാനികളിൽ ശ്രേഷ്ഠനും ഭഗവാനിൽ ചിത്തമുറപ്പിച്ചവനുമായിരിക്കുന്ന പൃഥു ഏതൊരു സ്ഥാനം പ്രാപിച്ചോ ആ ലോകത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയും ദേവസ്ത്രീകൾ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കെ പ്രാപിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മൈത്രേയൻ പറയുകയാണ്, ദേവസ്ത്രീകൾ ഈ വിധം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീഭഗവാനെ നിരന്തരം ധ്യാനിച്ചതുകൊണ്ട് ആത്മജ്ഞാനികളിൽ വെച്ച് മുഖ്യനായി ഭവിച്ച
പൃഥു യാതൊരു ലോകത്തെ പ്രാപിച്ചിരിക്കുന്നുവോ ആ വൈകുണ്ഠത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയും പ്രാപിച്ചു. ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. മൈത്രേയ ഉവാച ഏവം ദേവസ്ത്രീഷു, ഇപ്രകാരം ദേവസ്ത്രീകളെ സ്തുവതീഷു സ്തുതിച്ചുകൊണ്ടിരിക്കെ സാർച്ചിഹി, ആ അർച്ചിസ് പതിലോകം ഗത, പതിലോകത്തിലേക്ക് പോയി. പൃഥു ഭഗവദ്രൂപതാം പ്രാപ, പൃഥു ഭഗവത് രൂപത്തെ പ്രാപിച്ചു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഏവം ദേവസ്ത്രീഷു സ്തുവതീഷു, ഇപ്രകാരം ദേവസ്ത്രീകളാൽ സ്തുതിക്കപ്പെട്ട് ആ സാർച്ചിഹി, ആ അർച്ചിസ് പതിലോകം, ആ പതിയുടെ ലോകത്തെ ഗതാ പ്രാപിച്ചു. പൃഥു ഭഗവത് രൂപതാം പ്രാപ, പൃഥു ഭഗവത് രൂപത്തെ പ്രാപിച്ചു എന്നർത്ഥം. ഏവം ദേവസ്ത്രീഷു സ്തുവതീഷു സാർച്ചിഹി പതിലോകം ഗതാ പൃഥു ഭഗവത് രൂപതാം പ്രാപ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ആയിട്ട് വരുന്നത്, വ്യാഖ്യാനമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 30ാമത്തെ ശ്ലോകം. ഇത്തം ഭൂതാനുഭാവോസൗ പൃഥുസ്സ ഭഗവത്തമഃ കീർത്തിതം തസ്യ ചരിതമുദ്ദാമചരിതസ്യ തേ. ഇത്തം ഭൂതാനുഭാവോസൗ പൃഥുസ്സ ഭഗവത്തമഃ കീർത്തിതം തസ്യ ചരിതമുദ്ദാമചരിതസ്യ തേ. അങ്ങനെ ആ ഭാഗവതോത്തമനായിരിക്കുന്ന ആ രാജാവ് ഇപ്രകാരം മഹിമയോട് കൂടിയവനായിട്ട് തീർന്നിരുന്നു. അങ്ങനെ വിശേഷപ്പെട്ട ചരിത്രത്തോട് കൂടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചരിതം അങ്ങയ്ക്കായിട്ട് ഞാനിതാ ഇവിടെ കീർത്തിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തം ഭൂതാനുഭാവോസൗ, ഭാഗവതോത്തമനായിരിക്കുന്ന പൃഥുഹുസ്സ ഭഗവത്തമസൗ, ഓസൗ പൃഥുഹുസ്സ ഭഗവത്തമഃ, സഹ അസൗ പൃഥുഹു, ആ പൃഥുമഹാരാജാവ് ഇത്തം ഇപ്രകാരം മഹിമയോട് കൂടിയവനായിത്തീർന്നിരിക്കുന്നു. അങ്ങനെ വിശേഷപ്പെട്ട ചരിത്രത്തോടു കൂടിയ അദ്ദേഹം ഉദ്ദാമചരിതസ്യ, വിശേഷപ്പെട്ട ചരിത്രത്തോടു കൂടിയ അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ചരിതം, തസ്യ ചരിതം ഉദ്ദാമചരിതസ്യ തേ കീർത്തിതം, ആ അങ്ങയ്ക്കായിട്ട് ഞാനിതാ ഇവിടെ കീർത്തിക്കപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. അതിലത്തെ പദങ്ങൾ ഭഗവത്തമഃ, ഭാഗവതോത്തമനായിരിക്കുന്ന സഹ അസൗ പൃഥുഹു, ആ ഈ പൃഥുരാജാവ് ഇത്തം ഭൂതാനുഭാവ, ഇപ്രകാരം മഹിമയോട് കൂടിയവനായിരുന്നു. ഉദ്ദാമചരിതസ്യ, വിശേഷപ്പെട്ട ചരിത്രത്തോടു കൂടിയ തസ്യ, അദ്ദേഹത്തിൻ്റെ ചരിത്രം തേ തുഭ്യം, അങ്ങയ്ക്കായിട്ട് കീർത്തിതം, കീർത്തിക്കപ്പെട്ടു. ഒന്നും കൂടി പറയാം. ഭഗവത്തമഃ, ഭാഗവതോത്തമനായിരിക്കുന്ന സഹ അസൗ പൃഥുഹു, ആ ഈ പൃഥുരാജാവ് ഇത്തം ഭൂതാനുഭാവ, ഇപ്രകാരം മഹിമയോട് കൂടിയവനായിരുന്നു. ഉദ്ദാമചരിതസ്യ, വിശേഷപ്പെട്ട ചരിത്രത്തോടു കൂടിയ തസ്യ, അദ്ദേഹത്തിൻ്റെ ചരിതം തേ തുഭ്യം, അങ്ങയ്ക്കായിട്ട് കീർത്തിതം, കീർത്തിക്കപ്പെട്ടു. അതിലത്തെ അന്വയം വന്നിട്ട് ഭഗവത്തമഃ സ അസൗ പൃഥുഹു ഇത്തം ഭൂതാനുഭാവ ഉദ്ദാമചരിതസ്യ തസ്യ ചരിതം തേ തുഭ്യം കീർത്തിതം. എന്നുകൂടി പറയാം. ഭഗവത്തമഃ സ അസൗ പൃഥുഹു ഇത്തം ഭൂതാനുഭാവ ഉദ്ദാമചരിതസ്യ തസ്യ ചരിതം തേ തുഭ്യം കീർത്തിതം. ഭാഗവതോത്തമനായിരിക്കുന്ന ഈ പൃഥു രാജാവ് ഇപ്രകാരം മഹിമയോട് കൂടിയവനായിരുന്നു. വിശേഷപ്പെട്ട ചരിത്രത്തോടു കൂടിയ അദ്ദേഹത്തിൻ്റെ ആ ചരിതം അങ്ങയ്ക്കായിട്ട് കീർത്തിക്കപ്പെട്ടു. ഇപ്രകാരം ആ ദേവസ്ത്രീകൾ അർച്ചിസിനെ പ്രശംസിച്ചു കൊണ്ടിരിക്കെ ഭാഗവതോത്തമനും ആത്മജ്ഞാനികളിൽ മുമ്പരുമായിരിക്കുന്ന പൃഥുവിന് ലഭിച്ച അതേ സദ്ഗതി ആ അർച്ചിസിനും ലഭിച്ചു. മഹാഭാഗവതോത്തമനും വിശിഷ്ടമായിരിക്കുന്ന ചരിത്രത്തോടു കൂടിയവനും ആയ ആ പൃഥു രാജാവിൻ്റെ ചരിത്രം ഞാനിപ്രകാരം അങ്ങയ്ക്ക് പറഞ്ഞു തന്നു. പൃഥുവിൻ്റെ ബഹുമുഖങ്ങളായിരിക്കുന്ന പ്രഭാവങ്ങളെപ്പറ്റി മഹാഭാരതം ശാന്തിപർവത്തിലെ സംഗ്രഹ രൂപത്തിലുള്ള ഒരു പ്രകരണം ഉണ്ട്. അതിവിടെ അനുസ്മരിക്കാം. ബ്രാഹ്മണ ഭക്തി. ബ്രാഹ്മണ മേ മഹാഭാഗ നമസ്യാഹ പുരുഷർഷഭ, ശാന്തിപർവത്തിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ പുരോഹിതൻ ശുക്രാചാര്യനും മന്ത്രിമാർ വാലഖില്യന്മാരും ഗണങ്ങൾ സാരസ്വതന്മാരും ജ്യോതിഷി ഗർഗനും ആയിരുന്നു. പുരോധാശ്വാഭവത്തസ്യ ശുക്രോ ബ്രഹ്മമയോ നിധി മന്ത്രിണോ വാലഖില്യാശ്ച സാരസ്വത്യോ ഗണസ്തഥാ മഹർഷിർ ഭഗവാൻ ഗർഗസ്തസ്യ സാംവത്സരോഭവത്. ശാന്തിപർവത്തിൽ തന്നെ പറയുന്നു. സാംവത്സരോ ജ്യോതിഷീക എന്ന് നീലകണ്ഠാചാര്യർ പറയുന്നു. രാജൻ എന്ന അസംജ്ഞയ്ക്ക് അർഹനായത് രഞ്ജിതാശ്ച പ്രജാഹ എന്നുള്ളതുകൊണ്ടാണ്. സർവാസ്തേന രാജേതി ശബ്ദത്തെ. ക്ഷത്രിയനായത് ആ
ബ്രാഹ്മണാനാം ക്ഷതത്രാണാത് തദക്ഷത്രിയ ഉച്യതേ. ബ്രാഹ്മണാനാം ക്ഷതത്രാണാത് തദക്ഷത്രിയ ഉച്യതേ. ഭൂമിക്ക് പൃഥിവി എന്നും നാമം വന്നത് പ്രഥിത ധർമ്മതശ്ചേയം പൃഥിവി ബഹുസ്മൃത. ഇതൊക്കെ ശാന്തിപർവ്വത്തിൽ പറഞ്ഞിട്ടുള്ള പൃഥ്വീദോഹനത്തോടെയാണ് ആ ഭൂമിക്ക് പൃഥ്വി എന്ന അസംജ്ഞകൾ വന്നു ചേർന്നതെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാഗവതത്തിൽ പൃഥു മഹാവിഷ്ണുവിൻ്റെ കലാവതാരമാണ്. എന്നാൽ മഹാഭാരതത്തിൽ ആവേശാവതാരം ആയിട്ടാണ് പറയുന്നത്. തപസാ ഭഗവാൻ വിഷ്ണുരാവിവേശ ച ഭൂമിപഹ എന്നുള്ള നിലയ്ക്കാണ് മഹാഭാരതത്തിലെ ശാന്തിപർവ്വത്തിൽ പറയുന്നത്. ആദ്യ ഭാഗങ്ങളിലെ ഭാഗവതം പൃഥുവിനെ മഹാവിഷ്ണുവിൻ്റെ കലാവതാരമായിട്ട് വിശേഷിപ്പിച്ചുവെങ്കിലും പിന്നീടുള്ള ഭാഗങ്ങളിൽ അദ്ദേഹം ആദർശശാലിയായിട്ടുള്ള ഒരു രാജശ്രീ വര്യൻ മാത്രമാണ്. പാത്രാവിഷ്കരണത്തിൽ വാൽമീകിയുടെ ശ്രീരാമനെയാണ് വ്യാസമഹർഷി വിഭാവനം ചെയ്യുന്നത്. അതാണ് സ്ത്രീണാം രാമസ്തതാമിവ എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ് അർത്ഥം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഭാഗവതോത്തമനായിരിക്കുന്ന ഈ പൃഥു ഇങ്ങനെയുള്ള ആ മഹാത്മ്യം ചേർന്നവനാണ്. ഉത്കൃഷ്ടചരിതനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെ പറയപ്പെട്ടു പറഞ്ഞു. അപ്പോൾ ഏറ്റവും ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനായിരിക്കുന്ന പൃഥു ചക്രവർത്തി ഈ വിധം മാഹാത്മ്യമുള്ളവനാകുന്നു. കേൾക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും പരമഫലം നൽകുവാൻ സമർത്ഥനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചരിതം അങ്ങയെ കേൾപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇത്തം പൃഥോശ്ചരിതം ഇപ്രകാരം പൃഥുവിൻ്റെ ചരിതം കഥിതം പറയപ്പെട്ട് കഴിഞ്ഞു. ഇത്തം പൃഥോശ്ചരിതം കഥിതം. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. യൈദം സുമഹൽ പുണ്യം ശ്രദ്ധയാവഹിത പഠേ. ഇദം സുമഹത് പുണ്യം ശ്രദ്ധയാവഹിത പഠേത് ശ്രാവയേത് ശൃണുയാദ്വാപി സപൃഥോഹ പദവീം ഇയാൽ. അപ്പോൾ വളരെ മഹത്തായിട്ടുള്ള സുമഹത് വളരെ മഹത്തും പുണ്യകരവുമായിരിക്കുന്ന ഈ ചരിതത്തെ ശ്രദ്ധയോടെ മനസ്സിരുത്തിക്കൊണ്ട് ആരാണോ പഠിക്കുന്നത്, 3 തവണ പാരായണം ചെയ്യുന്നത്, ത്രികൃത്വ 3 തവണ പാരായണം ചെയ്യുന്നത്, ശ്രദ്ധയേത് ആ ശ്രദ്ധയോടെ ശൃണുയാത് കേൾക്കുകയോ ചെയ്യുന്നത്, സഹ അപി അയാളും കൂടി പൃഥുവിൻ്റെ ആ പദവിയെ പ്രാപിക്കുന്നതാണ്. ആരാണോ ഈ കഥ വളരെ ശ്രദ്ധയോടുകൂടി 3 പ്രാവശ്യം പാരായണം ചെയ്ത് അതിനെ ശ്രവിക്കുന്നത് അയാളും ആ പൃഥുവിൻ്റെ ആ പദവിയെ പ്രാപിക്കുന്നു. യൈദം സുമഹത് പുണ്യം ശ്രദ്ധയാവഹിത പഠേത് ശ്രാവയേത് ശൃണുയാദ് വാപി സപൃഥോഹ പദമീവിയാൽ. സുമഹത് വളരെ മഹത്തും പുണ്യകരവുമായിരിക്കുന്ന ഇതം ഈ ചരിതത്തെ ശ്രദ്ധയോടെ അവഹിത മനസ്സിരുത്തിക്കൊണ്ട് യഹ ആരാണോ ത്രികൃത്വ പഠേ 3 തവണ പാരായണം ചെയ്യുകയോ, ശ്രാവയെ കേൾപ്പിക്കുകയോ, ശൃണുയാദ് വാ കേൾക്കുകയോ ചെയ്യുന്നത്, സഹ അപി അയാളും കൂടി പൃഥുവിൻ്റെ പദവിയെ ഇയാത് പ്രാപിക്കുന്നതാണ്. എന്നുകൂടി പറയാം. സുമഹത് വളരെ മഹത്തും പുണ്യകരവുമായിരിക്കുന്ന ഇതം ഈ ചരിതത്തെ ശ്രദ്ധയോടെ അവഹിത മനസ്സിരുത്തിക്കൊണ്ട് യഹ ആരാണോ ത്രികൃത്വ പഠേ 3 തവണ പാരായണം ചെയ്യുകയോ, ശ്രാവയെ കേൾപ്പിക്കുകയോ, ശൃണുയാദ്വാ കേൾക്കുകയോ ചെയ്യുന്നത്, സഹ അപി അയാളും കൂടി പൃഥുവിൻ്റെ പദവിയെ ഇയാത് പ്രാപിക്കുന്നതാണ്. അന്വയം വന്നിട്ട് സുമഹത് പുണ്യം ഇദം ചരിതം ശ്രദ്ധയാ അവഹിത യഹ ത്രികൃത്വ പഠേത് ശ്രാവയേത് ശൃണുയാദ് വാ സഹ അപി പൃഥോഹ പദവീം ഇയാത്. എന്നും കൂടി പറയാം. സുമഹത് പുണ്യം ഇദം ശ്രദ്ധയാ അവഹിത യഹ ത്രികൃത്വ പഠേത് ശ്രാവയേത് ശൃണുയാദ് വാ സഹ അപി പൃഥോഹ പദവീം ഇയാത്. വളരെ മഹത്തും പുണ്യകരവുമായിരിക്കുന്ന ഈ ചരിതത്തെ ശ്രദ്ധയോടെ മനസ്സിരുത്തിക്കൊണ്ട് ആരാണോ 3 തവണ പാരായണം ചെയ്യുകയോ, കേൾക്കുകയോ ചെയ്യുന്നത് അയാളും കൂടി പൃഥുവിൻ്റെ ആ പദവിയെ പ്രാപിക്കുന്നതാണ്. യാതൊരാളാണോ അത്യന്തം പുണ്യപ്രദമായിരിക്കുന്ന ഈ ചരിതത്തെ ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി 3 തവണ പാരായണം ചെയ്യുകയോ,
കേൾപ്പിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ആ പുണ്യാത്മാവ് പൃഥുവിന് ലഭിച്ച അതേ സദ്ഗതിയെ പ്രാപിക്കും. അപ്പോൾ അതിപുണ്യപ്രദമായിരിക്കുന്ന ഈ ചരിതം ശ്രദ്ധയോടെ പഠിക്കുകയോ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നവൻ പൃഥു പ്രാപിച്ച സ്ഥാനത്തെ തന്നെ പ്രാപിക്കുന്നു. ആദരപൂർവ്വം ഏതൊരു പുരുഷനാണോ സ്ത്രീയാണോ ഇതിനെ 3 പ്രാവശ്യം കേൾക്കുന്നുവോ അവർ സന്താനഹീനന്മാരാണെങ്കിൽ പോലും ഉത്തമ സന്താനമുള്ളവരായും, ധനഹീനന്മാരാണെങ്കിൽ മഹാധനമുള്ളവരായും, കീർത്തിഹീനൻ സൽകീർത്തിമാനായിട്ടും മൂഢൻ പണ്ഡിതനായിട്ടും ഭവിക്കുന്നു എന്നുള്ളതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ഇതം പുണ്യം യപ്പഠേ, ഈ പുണ്യമായിരിക്കുന്ന ചരിതം ആരാണോ പഠിക്കുന്നത്, ശൃണുയാ കേൾക്കുന്നത്, ശ്രാവയെ കേൾപ്പിക്കുന്നത്, വാ സ പൃഥോഹ അവരും സ പൃഥോഹ ആ പൃഥുവിൻ്റെ പദവിയും പ്രാപ്നുയ പൃഥുവിൻ്റെ പദവിയെ സ്ഥാനത്തെ പ്രാപിക്കുന്നു. ഇതം പുണ്യം യഹ പഠേ, ഈ പുണ്യമായിരിക്കുന്ന കഥയെ ആരാണോ പഠിക്കുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത്, പാരായണം ചെയ്യുന്നത്, ശൃണുയാ ശ്രാവയെ കേൾക്കുന്നത്, വാ അങ്ങനെയുള്ളവർ അസപൃഥോഹോ അവർ കൂടി ആ പൃഥുവിൻ്റെ പദവിയെ പ്രാപിക്കുന്നു. ഇപ്പോഴത്തെ വ്യാഖ്യാനം ഇതം പുണ്യം യ പഠേൽ ശൃണുയാത് ശ്രാവേത് വാ സ പൃഥോഹ പദവീം പ്രാപ്നുയാത്. ഒന്നുകൂടി, ഇതം പുണ്യം യ പഠേത് ശൃണുയാത് ശ്രാവയേത് വാ സ പൃഥോഹ പദവീം പ്രാപ്നുയാത് അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. അടുത്ത ശ്ലോകം 32. ബ്രാഹ്മണോ ബ്രഹ്മവർച്ചസ്വീ രാജന്യോ ജഗദീപതി വൈശ്യപഠൻ വിട്പതി സ്യാത് ശൂദ്ര സത്തമതാമിയാത്. ബ്രാഹ്മണോ ബ്രഹ്മവർച്ചസ്വീ, ബ്രാഹ്മണൻ ബ്രഹ്മവർച്ചസ്വീ ബ്രഹ്മതേജസ്സുള്ളവനായിട്ടും, രാജന്യോ ജഗദീപതി ക്ഷത്രിയൻ പാരായണം ചെയ്താൽ ജഗദീപതി ജഗത്തിൻ്റെ ലോകനായകനായിട്ട് തീരും. വൈശ്യപഠൻ വൈശ്യൻ പഠിച്ചാൽ വിട്പതി വൈശ്യൻ ഇത് പഠിച്ചാൽ വാണിജ്യപ്രമുഖനാകും. സ്യാത് ശൂദ്രസത്തമതാമിയാൽ ശൂദ്രൻ ഇത് പാരായണം ചെയ്താൽ അദ്ദേഹം ശ്രേഷ്ഠതയെ പ്രാപിക്കും. അപ്പോൾ ബ്രാഹ്മണോ ബ്രഹ്മവർച്ചസ്വീ രാജന്യോ ജഗദീപതി വൈശ്യപഠൻ വിട്പതി സ്യാത് ശൂദ്രസത്തമതാമിയാൽ. ത്രികൃത്വ 3 പ്രാവശ്യം പറയുന്നത് കേൾപ്പിക്കുകയോ കേൾക്കുകയോ അതുപോലെ പാരായണം ചെയ്യുകയോ, ഇത് ആരാണോ ഏത് ബ്രാഹ്മണനാണോ ചെയ്യുന്നത് ആ ബ്രാഹ്മണൻ പഠൻ 3 ആവർത്തി പഠിച്ചാൽ പാരായണം ചെയ്താൽ ബ്രഹ്മവർച്ചസ്വി ബ്രഹ്മതേജസ്സുള്ളവനും, രാജന്യഃ ആ ക്ഷത്രിയൻ പാരായണം ചെയ്താൽ ജഗദീപതി ലോകനായകനും, വൈശ്യപഠൻ വൈശ്യൻ പാരായണം ചെയ്താൽ വിട്പതി വാണിജ്യപ്രമുഖനും, സ്യാത് ആകും ശൂദ്രൻ ശൂദ്രൻ പാരായണം ചെയ്താൽ സത്തമതാം ശ്രേഷ്ഠതയെ പ്രാപിക്കും. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം നമ്മൾക്ക്. ത്രിഹി കൃത്വ ബ്രാഹ്മണ പഠൻ 3 ആവർത്തി ബ്രാഹ്മണൻ പാരായണം ചെയ്താൽ ബ്രഹ്മവർച്ചസ്വി ബ്രഹ്മതേജസ്സുള്ളവനും, രാജന്യഃ പഠൻ ക്ഷത്രിയൻ പാരായണം ചെയ്താൽ ജഗദീപതി ലോകനായകനും, വൈശ്യൻ പഠൻ പാരായണം ചെയ്താൽ വിട്പതി വാണിജ്യപ്രമുഖനും, സ്യാത് ആകും ശൂദ്രഃ പഠൻ ശൂദ്രൻ പാരായണം ചെയ്താൽ സത്തമതാം ശ്രേഷ്ഠതയെ ഇയാത് പ്രാപിക്കും. എന്നുകൂടി പറയാം. ത്രിഹി കൃത്വ ബ്രാഹ്മണ പഠൻ 3 ആവർത്തി ബ്രാഹ്മണൻ പാരായണം ചെയ്താൽ ബ്രഹ്മവർച്ചസ്വി ബ്രഹ്മതേജസ്സുള്ളവനും, രാജന്യഃ പഠൻ ക്ഷത്രിയൻ പാരായണം ചെയ്താൽ ജഗദീപതി ലോകനായകനും, വൈശ്യപഠൻ വൈശ്യൻ പാരായണം ചെയ്താൽ വിട്പതി വാണിജ്യപ്രമുഖനും, സ്യാത് ആകും ശൂദ്രഃ പഠൻ ശൂദ്രൻ പാരായണം ചെയ്താൽ സത്തമതാം ശ്രേഷ്ഠതയെ ഇയാൾ പ്രാപിക്കും. ഇപ്പോഴത്തെ അന്വയം വന്നിട്ട് ത്രികൃത്വ ബ്രാഹ്മണ പഠൻ ബ്രഹ്മവർച്ചസ്വി. അതുപോലെ രാജന്യഃ പഠൻ ജഗദീപതി വൈശ്യഃ പഠൻ വിട്പതി സ്യാത് ശൂദ്രഃ പഠൻ സപ്തമതാം ഇയാത്. ഒന്നും കൂടി പറയാം. ത്രികൃത്വ ബ്രാഹ്മണ പഠൻ ബ്രഹ്മവർച്ചസ്വി രാജന്യഃ പഠൻ ജഗദീപതി വൈശ്യഃ പഠൻ വിട്പതി സ്യാത് ശൂദ്രഃ പഠൻ സപ്തമതാം ഇയാത്. അപ്പോൾ
ആ മൂന്നാവർത്തി ബ്രാഹ്മണൻ പാരായണം ചെയ്താൽ ബ്രഹ്മതേജസ്സുള്ളവനും, ക്ഷത്രിയൻ പാരായണം ചെയ്താൽ ലോകനായകനും, വൈശ്യൻ പാരായണം ചെയ്താൽ വാണിജ്യപ്രമുഖനും, ശൂദ്രൻ പാരായണം ചെയ്താൽ ശ്രേഷ്ഠതമനും ആയി തീരും, പ്രാപിക്കും. 3 തവണ ബ്രാഹ്മണൻ ഈ പൃഥുചരിതം അധ്യയനം ചെയ്താൽ ബ്രഹ്മതേജസ് ലഭിച്ചവനാകും. ക്ഷത്രിയൻ അധ്യയനം ചെയ്താൽ ചക്രവർത്തിയും, വൈശ്യൻ അധ്യയനം ചെയ്താൽ ഐശ്വര്യവാനും, ശൂദ്രൻ അധ്യയനം ചെയ്താൽ ശ്രേഷ്ഠനുമായി തീരും. ഭാഗവതത്തിൻ്റെ അധ്യയനാധികാരത്തെ പറ്റിയിട്ട് 4-ാമത്തെ സ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായത്തിലെ 48-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അധ്യയന ശ്രവണാദികൾക്ക് അധികാരഭേദം ഇല്ല, ഫലഭേദമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പഠിക്കണേനും കേൾക്കണേനും ഒന്നും കേൾക്കണേനും ഒന്നും ഒരു അധികാരഭേദവും ഇല്ലയാണ്. ആ ഫലത്തിന് മാത്രമേ അധികാരഭേദം ഇവിടെ ഓരോ ഇതായിട്ട് പറയുന്നില്ല, അതുപോലെ വരുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ ഇത് പഠിച്ചാൽ ബ്രഹ്മതേജസ്വിയായിത്തീരും, ക്ഷത്രിയൻ ചക്രവർത്തിയാകും, വൈശ്യൻ സമ്പന്നനാകും, ശൂദ്രൻ ഉത്തമനും ആകും. ഇത് ശരീരസൗഖ്യത്തെ നൽകുന്നതിനും അമംഗളത്തെ ആദരപൂർവ്വം ഏതൊരു പുരുഷനോ സ്ത്രീയോ ഇതിനെ കേൾക്കുന്നത് 3 പ്രാവശ്യം കേൾക്കുന്നുവോ അവർ ഏറ്റവും മഹാത്മ്യമുള്ള ഈ പുണ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതുമായിരിക്കുന്ന ഇതിനെ യാതൊരുവൻ വിശ്വാസത്തോടും മനഃപൂർവ്വമായും പഠിക്കുകയോ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുമോ അവനും പൃഥുവിൻ്റെ പദവിയെ പ്രാപിക്കും. കേൾക്കുകയോ കേൾപ്പിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്ന ബ്രാഹ്മണൻ ബ്രഹ്മതേജസ്സുള്ളവനായിട്ടും, ക്ഷത്രിയൻ ലോകപാലകനായിട്ടും, വൈശ്യൻ മഹാവർത്തകനായിട്ടും, ശൂദ്രൻ സത്തുക്കളിൽ ശ്രേഷ്ഠനായിട്ടും ഭവിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ ബ്രാഹ്മണ പഠൻ തേജസ്വി ഭവേത്, ബ്രാഹ്മണൻ പഠിച്ചാൽ തേജസ്വിയായിട്ട് തീരും. ക്ഷത്രിയോ ജഗദീപതി, ക്ഷത്രിയൻ ജഗദീപതി ജഗത്പതിയായിട്ട് തീരും. വൈശ്യോ വിട്പതി, വൈശ്യൻ വാണിജ്യപ്രമുഖനാകും. ശൂദ്ര ശ്രേഷ്ഠതാമിയ, ശ്രേഷ്ഠനായിത്തീരും ശൂദ്രൻ. അപ്പോൾ ബ്രാഹ്മണ പഠൻ തേജസ്വി ഭവേത്, ക്ഷത്രിയോ ജഗദീപതി, വൈശ്യോ വിട്പതി, ശൂദ്ര ശ്രേഷ്ഠതാമിയ ഉള്ളതാണ് ഇതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ത്രികൃത്വ ഇതമാകർണ്യ നരോ നാര്യഥവാ ധൃത അപ്രജസുപ്രജതമോ നിർധനോ ധനസത്തമഃ അസ്പഷ്ടകീർത്തി സുയശോ മൂർഖോ ഭവതി പണ്ഡിതഃ. ഇത് പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ളവരുടെ ആ ഫലങ്ങൾ എന്തൊക്കെയാണ് മറ്റുള്ളവരുടെ. ത്രികൃത്വ 3 പ്രാവശ്യം ഇതുപോലെ ഇതമാകർണ്യ കേൾക്കുന്ന നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, നാരി അഥവാ പുരുഷനോ സ്ത്രീയോ, അഥവാ ധൃത അങ്ങനെയുള്ള പുരുഷനോ സ്ത്രീയോ സന്താനമില്ലാത്തവരാണെങ്കിൽ അപ്രജഹ സുപ്രജതമോ സന്താനമുള്ളവരായിത്തീരും. നിർധനോ ധനസത്തമ, നിർധനനായിരിക്കുന്നവൻ ധനസത്തമനായിത്തീരും. അസ്പഷ്ടകീർത്തി യശസ്സില്ലാത്തവൻ സുയശോ നല്ല യശസ്സോടുകൂടി ശോഭനമായ യശസ്സോടുകൂടിയവനായിത്തീരും. മൂർഖോ ഭവതി പണ്ഡിതഃ വിഡ്ഢികളായിരിക്കുന്ന അവൻ പണ്ഡിതനായിട്ട് തീരും. മൂഢൻ പണ്ഡിതനായിട്ട് തീരും, വിദ്വാനായിട്ട് ഭവിക്കും എന്നർത്ഥം. ത്രികൃത്വ ഇതമാകർണ്യ ആദൃത ആദരവോട് കൂടിയിട്ട് ത്രികൃത്വ 3 പ്രാവശ്യം നരോ നാര്യഥവാ പുരുഷനോ സ്ത്രീയോ ഇത് ആകർണ്യ കേട്ടാൽ അപ്രജഹ സുപ്രജതമോ പ്രജയില്ലാത്തവൻ പ്രജകൾ ഉള്ളവനായിത്തീരും. നിർധന ധനസത്തമ നിർധനൻ ധനവാനാവും. അസ്പഷ്ടകീർത്തി കീർത്തിയില്ലാത്തവന് നല്ല യശസ് ലഭിക്കും. മൂർഖോ ഭവതി പണ്ഡിതഃ പാമരൻ ആയിരിക്കുന്നവൻ പണ്ഡിതനായിട്ട് തീരും. മൂഢൻ പണ്ഡിതനായിട്ട് തീരും അർത്ഥം. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ ആദൃത ആദരവോടുകൂടി, ത്രികൃത്വ 3 പ്രാവശ്യം, ഇത് ആകർണ്യ കേട്ടാൽ, നരഹ പുരുഷനോ അഥവാ അല്ലെങ്കിൽ നാരി സ്ത്രീയോ, അപ്രജഹ സന്താനമില്ലാത്തവൻ, സുപ്രജതമഃ നല്ല സന്താനമുള്ളവനായി ഭവിക്കും. നിർധനഃ ദരിദ്രൻ, ധനസത്തമൻ നല്ല സമ്പന്നനാകും, ദരിദ്രൻ നല്ല സമ്പന്നനാകും.
അസ്പഷ്ടകീർത്തി കീർത്തി തെളിയാത്തവൻ സുയശ സൽകീർത്തിമാനാകും മൂർഖ മൂഢൻ പണ്ഡിത ച വിദ്വാനായിട്ടും ഭവിക്കും. ആദൃത ആദരവോടുകൂടി ത്രികൃത്വ 3 പ്രാവശ്യം ഇതം ഇത് ആകർണ്യ കേട്ട നരഹ പുരുഷനോ അഥവാ അല്ലെങ്കിൽ നാരി സ്ത്രീയോ അപ്രജഹ സന്താനമില്ലാത്തവൻ സുപ്രജതമഹ നല്ല സന്താനങ്ങളുള്ളവനായി ഭവിക്കും. നിർധനഃ ദരിദ്രൻ ധനസത്തമഹ നല്ല സമ്പന്നനാകും. അസ്പഷ്ടകീർത്തി കീർത്തി തെളിയാത്തവൻ സുയശാഹ സൽകീർത്തിമാനാകും. മൂർഖ മൂഢൻ പണ്ഡിത ച വിദ്വാനായിട്ടും ഭവിക്കും. ഇതിലത്തെ അന്വയം ആദൃത ത്രിഹി കൃത്വാ ഇതം ആകർണ്യ നരഹ അഥവാ നാരി അപ്രജഃ സുപ്രജതമഃ നിർധനഃ ധനവത്തമഃ അസ്പഷ്ടകീർത്തി സുയശാഹ മൂർഖഃ പണ്ഡിതഃ ച ഭവതി. എന്നും കൂടി പറയാം. ആദൃത ത്രികൃത്വാ ഇതം ആകർണ്യ നരഃ അഥവാ നാരി അപ്രജഃ സുപ്രജതമഃ നിർധനഃ ധനസത്തമഃ അസ്പഷ്ടകീർത്തി സുയശാഹ മൂർഖഃ പണ്ഡിതഃ ച ഭവതി. ആദരവോടുകൂടി 3 പ്രാവശ്യം ഇത് കേട്ടാൽ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ സന്താനമില്ലാത്തവൻ സന്താനങ്ങളുള്ളവനായി ഭവിക്കും. ദരിദ്രർ നല്ല സമ്പന്നനാകും. കീർത്തി തെളിയാത്തവൻ സൽകീർത്തിമാനാകും. മൂഢൻ വിദ്വാനുമായിട്ട് ഭവിക്കും. സ്ത്രീ ആയാലും പുരുഷനായാലും ശ്രദ്ധയോടെ ഈ ആഖ്യാനം 3 തവണ ശ്രവണം ചെയ്താൽ സന്തതിയില്ലാത്തവനോ അവളോ ആയാൽ സത്സന്തതിയെ ലഭിക്കും. ദരിദ്രനാണെങ്കിൽ ധനാഢ്യനാകും. കീർത്തിയില്ലാത്തവനാണെങ്കിൽ സത്കീർത്തിമാനും പാമരൻ പണ്ഡിതനും ആകും. ദ്വിത്രചതുർഭ്യസ്സുചഃ ഒരു പ്രവൃത്തി ആവർത്തിക്കപ്പെടുന്നു ഉള്ളത് അതിനാണ് ഈ ശബ്ദങ്ങൾ. ദ്വിത്രിചതുർഭ്യ ഒക്കെ 2 പ്രാവശ്യം, ത്രികൃത്വ 3 പ്രാവശ്യം, ചതുർഭ്യ 4 പ്രാവശ്യം എന്നൊക്കെ പറയുന്നതിനാണ് ഈ പദങ്ങൾ ഉപയോഗിക്കുക. അപ്രജഹ ഇത്യാദികൾ പുല്ലിംഗമാണെങ്കിലും സ്ത്രീകൾക്കും ബാധകമാണ്. ലിംഗം ച വചനം ദേശ കാലോയം കർമ്മണ ഫലം മീമാംസ ശകലാ പ്രാഹുർ അനുപാദേയ പഞ്ചകം. അപ്പോൾ ഇവിടെ വന്നിട്ട് സ്ത്രീയോ പുരുഷനോ ആരു തന്നെയായാലും ശ്രദ്ധയോടെ ഇത് 3 ആവർത്തി കേട്ടാൽ സന്താനമില്ലാത്തവൻ ഉത്തമ സന്താനത്തോടു കൂടിയവനാകും. ദരിദ്രൻ ധനവാനാകും. കീർത്തിയില്ലാത്തവൻ കീർത്തിമാനാകും. അജ്ഞൻ മഹാപണ്ഡിതനുമായി ഭവിക്കും. ഇത് മനുഷ്യരുടെ സർവ്വദോഷങ്ങളും നശിപ്പിക്കുന്നതും സർവമംഗളങ്ങൾക്കും ഇരിപ്പിടവും ആകുന്നു. അപ്പോൾ ഇത് ആ ശരീരസൗഖ്യത്തെ നൽകുന്നതിനും അമംഗളത്തെ തടുക്കുന്നതിനും കൃതാർത്ഥതയെ വരുത്തുന്നതിനും യശസ്സിനെയും ദീർഘായുസ്സിനെയും സ്വർഗലോകത്തെയും സാധിപ്പിക്കുന്നതിനും കലിദോഷത്തെ തീർക്കുന്നതിനും സമർത്ഥകമാകുന്നു ഒക്കെയാണ് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ആദരപൂർവം ഏതൊരു പുരുഷനോ സ്ത്രീയോ ഇതിനെ 3 പ്രാവശ്യം കേൾക്കുന്നുവോ അവർ സന്താനഹീനന്മാരാണെങ്കിൽ ഉത്തമ സന്താനങ്ങൾ ഉള്ളവരും ധനഹീനന്മാരാണെങ്കിൽ മഹാധനവാന്മാരായും കീർത്തിഹീനൻ സൽകീർത്തിമാനായും മൂഢൻ പണ്ഡിതനായിട്ടും ഭവിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ പറയണ നരോ നാര്യഥ വേദം ത്രിവാരം ശൃണ്വൻ. നരോ നാര്യഥ വേദം പുരുഷനോ സ്ത്രീയോ ഈ ഒരു ചരിത്രം ത്രിവാരം 3 വാരം ശൃണ്വൻ ശ്രവിക്കുകയാണെങ്കിൽ പുത്രം ധനം ച പ്രാപ്നോതി പുത്രനെയും ധനത്തെയും പ്രാപിക്കുന്നു. നരോ നാരി അഥവേദം ത്രിവാരം ശൃണ്വൻ പുത്രം ധനം ച പ്രാപ്നോതി. നരനായാലും നാരിയായാലും 3 പ്രാവശ്യം ഇത് കേൾക്കുകയോ പഠിക്കുകയോ വായിക്കുകയോ ചെയ്താൽ അവർ പുത്രനെയും ധനത്തെയും ഒക്കെ പ്രാപിക്കുന്നു എന്നർത്ഥം. നരോ നാര്യഥ വേദം ത്രിവാരം ശൃണ്വൻ പുത്രം ധനം ച പ്രാപ്നോതി. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം.
ഇതം സ്വസ്ത്യയനം പുംസാം അമംഗല്യ നിവാരണം ധന്യം യശസ്യമായുഷ്യം സ്വർഗ്യം കലിമലാപഹം. ഇതം സ്വസ്ത്യയനം പുംസാം അമംഗല്യ നിവാരണം ധന്യം യശസ്യമായുഷ്യം സ്വർഗ്യം കലിമലാപഹം. ഇപ്രകാരം ഈ 3 പ്രാവശ്യം ഇത് കേൾക്കുന്ന, ഈ പൃഥുചരിതം കേൾക്കുകയും മറ്റും ചെയ്യുന്ന മനുഷ്യർക്ക് ക്ഷേമവും അമംഗല്യ നിവാരണവും അശുഭ നിവാരണവും ഭവിക്കണു. ധന്യത, യശസ്, ആയുസ്, സ്വർഗം, കാലുഷ്യങ്ങൾ ഇല്ലാതാവുക, ഇതൊക്കെ അവർക്കുണ്ടാകുന്നു എന്നർത്ഥം. അപ്പോൾ ഇതം സ്വസ്ത്യയനം, ഇത് വളരെ മംഗളപ്രദമായിരിക്കുന്ന ഈ പൃഥുചരിതം 3 പ്രാവശ്യം പുംസാം, ആരാണോ കേൾക്കുന്നത് അവർ അമംഗല്യ നിവാരണം, അവർക്ക് അമംഗളങ്ങളൊക്കെ ഇല്ലാതെയാവുന്നു, അവർ ധന്യരാകുന്നു, അവർക്ക് യശസ്സുണ്ടാവുന്നു, ആയുസ്സുണ്ടാവുന്നു, സ്വർഗത്തെ അവർക്ക് ലഭിക്കുന്നു, കലിമലങ്ങളെ ഇല്ലാതെയാക്കുന്നു ഈ ചരിത്രം അർത്ഥം. അപ്പോൾ ഇത് പദങ്ങൾ ത്രികൃത്വ ഇതം 3 തവണ ഈ പൃഥുചരിതം കേൾക്കുകയും മറ്റും ചെയ്യുന്ന പുംസാം മനുഷ്യർക്ക് സ്വസ്ത്യയനം ക്ഷേമവും അമംഗല്യ നിവാരണവും അശുഭ നിവാരണവും ഭവിക്കും. അമംഗല്യ നിവാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുഭ നിവാരണം ഭവിക്കും. ധന്യം ധന്യത, യശസ്യം യശസ്കരവും, ആയുഷ്യം ദീർഘായുഷ്പ്രദവും, സ്വർഗ്യം സ്വർഗപ്രാപകവും, കലിമലാപഹം കലികാലുഷ്യനാശകവുമാണ് ഈ ചരിത്രം അർത്ഥം. ഒന്നുകൂടി പറയാം. ത്രികൃത്വാ ഇതം 3 തവണ ഈ പൃഥുചരിതം കേൾക്കുകയും മറ്റും ചെയ്യുന്ന പുംസാം മനുഷ്യർക്ക് സ്വസ്ത്യയനം ക്ഷേമവും അമംഗല്യ നിവാരണം അശുഭ നിവാരണവും ഭവിക്കും. ധന്യം ധന്യത, യശസ്യം യശസ്കരം, ആയുഷ്യം ദീർഘായുഷ്പ്രദവും, സ്വർഗ്യം സ്വർഗപ്രാപകവും, കലിമലാപഹം കലിമല കാലുഷ്യ നാശകവുമാണ് ഈ ചരിത്രനർത്ഥം. അപ്പോൾ അന്വയം ത്രികൃത്വാ ഇതം പുംസാം സ്വസ്ത്യയനം അമംഗല്യ നിവാരണം ധന്യം യശസ്യം ആയുഷ്യം സ്വർഗ്യം കലിമലാപഹം. എന്നുകൂടി പറയാം. ത്രികൃത്വാ ഇതം പുംസാം സ്വസ്ത്യയനം അമംഗല്യ നിവാരണം ധന്യം യശസ്യം ആയുഷ്യം സ്വർഗ്യം കലിമലാപഹം. 3 തവണ ഈ പൃഥുചരിതത്തെ കേൾക്കുകയും മറ്റും ചെയ്യുന്ന മനുഷ്യർക്ക് ക്ഷേമവും അമംഗല്യ നിവാരണവും ഭവിക്കും. ധന്യത, യശസ്, ആയുസ്, സ്വർഗം പ്രാപ്തി, കാലുഷ്യനാശകം ഒക്കെയാണ് ഈ ചരിത്രം അർത്ഥം. 3 തവണ പൃഥുചരിതം ശ്രവണം ചെയ്യുന്നത് മനുഷ്യർക്ക് അമംഗള നിവാരണത്തിനും ശുഭകാര്യങ്ങൾ വന്നു ചേരുവാനും ഉത്തമോപാധിയാണ്. ധന്യത, യശസ്, ദീർഘായുസ് എന്നിവയും ലഭിക്കുന്നു എന്ന് മാത്രമല്ല സ്വർഗപ്രാപ്തിക്ക് പോലും ഉപകരിക്കും. കലിബാധ എന്നത് അവരെ സ്പർശിക്കുകയില്ല. അപ്പോൾ ധർമ്മം കീർത്തിയില്ലാത്തവൻ കീർത്തിമാനായും അജ്ഞൻ മഹാപണ്ഡിതനായും ഭവിക്കുന്നുണ്ട്. ഈ മനുഷ്യരുടെ സർവ്വദോഷങ്ങളും നശിപ്പിക്കുന്നതും സർവമംഗളങ്ങൾക്കും ഇരിപ്പിടവുമാകുന്നു ഈ ചരിത്രം. ധർമ്മം, കാമം, അർത്ഥം, മോക്ഷം ഈ പുരുഷാർത്ഥങ്ങൾ ആഗ്രഹിക്കുന്നവർ ധനപ്രദവും യശസ്കരവും ആയുഷ്കരവും സ്വർഗസാധനവും കലിദോഷനാശകവുമായിരിക്കുന്ന ഈ ചരിതം നിരന്തരം ശ്രദ്ധയോടെ കേൾക്കേണ്ടതാകുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 പുരുഷാർത്ഥങ്ങളെയും ആയാസം കൂടാതെ സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധയോടുകൂടി ഈ ആഖ്യാനത്തെ നിരന്തരം ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിന് ഈ 4 പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുവാനുള്ള മാഹാത്മ്യം അവ്യഭിചാരിയാകുന്നു. ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. ഇതം സ്വസ്ത്യയനം സർവാശുഭ നിവാരണം. ഇപ്രകാരം ഈ ചരിതം ക്ഷേമത്തെ ഉണ്ടാക്കുന്നതും സർവ അശുഭങ്ങളെയും നിവാരണം ചെയ്യുന്നതുമാകുന്നു. ഇതം സ്വസ്ത്യയനം സർവാശുഭ നിവാരണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ധന്യം യശസ്യം ധന്യത ഉണ്ടാക്കുന്നു, യശസ് ഉണ്ടാക്കുന്നു, ആയുഷ്യം ആയുസ് ഉണ്ടാക്കുന്നു, ചതുർവർഗസിദ്ധിതം 4 പുരുഷാർത്ഥങ്ങളെയും സാധിക്കുന്നതാകുന്നു. ഇതം സ്വസ്ത്യയനം സർവാശുഭ നിവാരണം. ഇത് വളരെ സ്വസ്തി മംഗളം
ഉണ്ടാക്കുന്നതും നിവാരണം സർവ അശുഭങ്ങളെയും നിവാരണം ചെയ്യുന്നതും ധന്യമായതും യശസ്യമായുഷ്യം യശസ്സിനെയും ആയുസ്സിനെയും തരുന്നതും ചതുർവർഗങ്ങളെയും അതായത് ധർമാർത്ഥ കാമമോക്ഷങ്ങളെയും സാധിപ്പിക്കുന്നതും ആകുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം ഇതം സ്വസ്ത്യേനം സർവ ആശുഭ നിവാരണം ധന്യം യശസ്യമായുഷ്യം ചതുർവർഗസിദ്ധിതം എന്നുള്ളതാണ് ഇവിടെ വന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ധർമാർത്ഥകാമമോക്ഷാണാം അതാ പറഞ്ഞു. ധർമാർത്ഥകാമമോക്ഷാണാം സമ്യക് സിദ്ധിമഭീപ്സുഭി സർവധർമാർത്ഥം പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കുന്നതാണ്. ശ്രദ്ധയെയ്തനുശ്രാവ്യം വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയാണെങ്കിൽ ചതുർണാം കാരണം പരം ഇത് നിത്യേന അങ്ങനെ കേൾക്കപ്പെടേണ്ടതാണ് അർത്ഥം. ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയുടെ ക്രമത്തിലുള്ള സിദ്ധിയായിരിക്കുന്ന കാക്ഷിക്കുന്ന ഒരാൾ ഈ നാലിൻ്റെയും മുഖ്യമായിട്ടുള്ള കാരണമായിരിക്കുന്ന ത്രികൃത്വ ഈ 3 പ്രാവശ്യം ഇത് ശ്രദ്ധയോടുകൂടി വായിക്കുക എന്നുള്ളത് കേൾക്കുക എന്ന് ചെയ്താൽ ചെയ്യേണ്ടതാണ്, അത് കേൾക്കേണ്ടതാണെന്നർത്ഥം. ധർമാർത്ഥ കാമമോക്ഷാണം സമ്യക് സിദ്ധിം അഭീപ്സുഭി ശ്രദ്ധയെയ്തനുശ്രാവ്യം ചതുർണാം കാരണം പരം. ഇത് പദങ്ങൾ ധർമാർത്ഥ കാമമോക്ഷാണം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയുടെ സമ്യക് സിദ്ധിം ക്രമത്തിലുള്ള സിദ്ധിയെ അഭീപ്സുഭി കാക്ഷിക്കുന്നവരാൽ ചതുർണാം ഈ 4ൻ്റെയും പരം മുഖ്യമായിരിക്കുന്ന കാരണമായിരിക്കുന്ന ഏതത് ഈ ചരിത്രം ശ്രദ്ധയാ ത്രികൃത്വ ശ്രദ്ധയോടെ 3 പ്രാവശ്യം ആവർത്തി അനുശ്രാവ്യം നിത്യേന കേൾക്കപ്പെടേണ്ടതാണ്. അനുശ്രാവ്യം എന്ന് പറയുന്നത് നിത്യേന കേൾക്കപ്പെടേണ്ടതാണ് എന്നർത്ഥം. ധർമാർത്ഥ കാമമോക്ഷാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയുടെ സമ്യക് സിദ്ധിം ക്രമത്തിലുള്ള സിദ്ധിയെ അഭീപ്സുഭി കാക്ഷിക്കുന്നവരാൽ ചതുർണാം ആ 4ൻ്റെയും പരം മുഖ്യമായിരിക്കുന്ന കാരണമായിരിക്കുന്ന ഏതത് ഈ ചരിത്രം ശ്രദ്ധയാ ത്രികൃത്വ ശ്രദ്ധയോടെ 3 ആവർത്തി അനുശ്രാവ്യം നിത്യേന കേൾക്കപ്പെടേണ്ടതാണ് എന്നർത്ഥം. അതിൽ അന്വയം വന്നിട്ട് ധർമാർത്ഥ കാമമോക്ഷാണാം സമ്യക് സിദ്ധിം അഭീപ്സുഭി ചതുർണാം പരം കാരണം ഏതത് ത്രികൃത്വ അനുശ്രാവ്യം എന്നും കൂടി പറയാം. ധർമാർത്ഥ കാമമോക്ഷാണാം സമ്യക് സിദ്ധിം അഭീപ്സുഭി ചതുർണാം പരം കാരണം ഏതത് ശ്രദ്ധയാ ത്രികൃത്വ അനുശ്രാവ്യം. ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയുടെ ക്രമത്തിലുള്ള സിദ്ധിയെ കാക്ഷിക്കുന്നവർ ആ 4ൻ്റെയും മുഖ്യമായ കാരണമായ ഈ ചരിത്രം ശ്രദ്ധയോടുകൂടി 3 ആവർത്തി നിത്യേന കേൾക്കപ്പെടേണ്ടതാണ്. ഇത് കേട്ടാൽ ആ സർവ പുരുഷാർത്ഥങ്ങളും സാധിക്കും, കലിബലങ്ങൾ ഇല്ലാതെയാവും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 35ാമത്തെ ശ്ലോകം. ഇവിടെ ഇതിൽ വ്യാഖ്യാനത്തിൽ മുപ്പത്തഞ്ചാമത്തെ ശ്ലോകം ആണ് ഇപ്പം കഴിഞ്ഞത്. 36ാമത്തെ ശ്ലോകം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ബാക്കിയുള്ള ഫലങ്ങൾ ഇത് വായിച്ച് കേട്ട് കഴിഞ്ഞാലുള്ള ഫലങ്ങൾ അതിനെപ്പറ്റി പറയുന്നു. അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.